നമസ്കാരം. മതപരിവർത്തനം നടത്തിയാൽ പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളുമെല്ലാം ഉടൻ തന്നെ നഷ്ടമാകും നിയമപ്രകാരം എന്നൊരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി. ഈ വിഷയത്തിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് പട്ടികജാതിക്കാരനായ ഒരു പാസ്റ്റർ, അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു. പരിവർത്തനം ചെയ്തു എന്ന് മാത്രമല്ല, ആ മതത്തിൻ്റെ പുരോഹിതനായി മാറുകയും ചെയ്തു. മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ആ മതത്തിൻ്റെ ആചാരങ്ങൾ ആചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പട്ടികജാതി പദവിക്ക് അർഹനല്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പാസ്റ്ററുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്. ആ ഹൈക്കോടതിയുടെ വിധിയാണ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1950 തന്നെ ഒരു ഭരണഘടനാ ഉത്തരവുണ്ട്. ഈ ഭരണഘടനാ ഉത്തരവനുസരിച്ച് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ലഭിക്കുന്ന സംരക്ഷണം, അവർക്ക് ലഭിക്കുന്ന സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം തന്നെ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലേക്ക് മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ പട്ടികജാതിക്കാരനല്ലാതായി മാറും എന്നാണ് കൃത്യമായി, വളരെ വ്യക്തമായി തന്നെ 1950 ഭരണഘടനാ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല, അതിൽ യാതൊരുവിധ അവ്യക്തതയുമില്ല, മറ്റൊരു ഇളവും അക്കാര്യത്തിൽ ഭരണഘടന അനുവദിക്കുമെന്നുമില്ല. അതുകൊണ്ട് തന്നെ നിയമം പ്രകാരമോ നിയമനിർമ്മാണം പ്രകാരമോ ഭരണഘടന പ്രകാരമോ ഒരാൾ പട്ടികജാതിക്കാരനായാൽ മാത്രമേ ഈ ഒരു വിഭാഗത്തിനുള്ള സംരക്ഷണവും ആനുകൂല്യവും സംവരണവുമെല്ലാം ലഭിക്കുകയുള്ളൂ എന്നാണ് ഒന്നുകൂടി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതായത് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ക്രിസ്ത്യൻ പാസ്റ്ററാണ് ഇങ്ങനെ ഒരു ഹർജി നൽകിയത്. ഇദ്ദേഹം പട്ടികജാതിക്കാരനായിരുന്നു. അദ്ദേഹം മതം മാറി എന്ന് മാത്രമല്ല, മതത്തിൻ്റെ പുരോഹിതനുമായി. എന്നിട്ടും തനിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിലയ്ക്കുന്നില്ല. എപ്പോഴും തന്നെ ഈ ആക്രമണത്തിന് വിധേയരാക്കുകയാണ് ഇവിടുത്തെ ചില ആളുകൾ. പലതവണ ആക്രമിക്കപ്പെട്ടു. ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ കേസ് നൽകാൻ പട്ടികജാതിക്കാർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പാണ്. ആ വകുപ്പ് ചുമത്താൻ കഴിയുന്നില്ല താൻ മതപരിവർത്തനം നടത്തിയെന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് താൻ മതപരിവർത്തനം നടത്തിയെങ്കിലും ഇപ്പോഴും പട്ടികജാതിക്കാരനാണെന്നും ആ സംരക്ഷണം തനിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പാസ്റ്റർ ഹർജി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, ഒറീസ, അതുപോലെ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പിന്നോക്ക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതപരിവർത്തന മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കണ്ടെത്തി അവരെ മതപരമായി പരിവർത്തനം നടത്തിയതിന് ശേഷം വീണ്ടും ആളുകളെ മതപരിവർത്തനം നടത്താനായി നിയോഗിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുന്നുണ്ട് ഈ മതപരിവർത്തന ശ്രമങ്ങൾ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംഘർഷമുണ്ടാവുകയും ഈ പാസ്റ്റർമാർക്ക് അടികിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ അടികിട്ടുമ്പോൾ താൻ പട്ടികജാതിക്കാരനാണ് എന്ന സംരക്ഷണം വേണം എന്നാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചെലവിൽ മതപരിവർത്തന മാഫിയകൾക്ക് ജനങ്ങളെ മതപരിവർത്തനത്തിന് വിധേയരാക്കാൻ സാധിക്കണം, അതിനുള്ള അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ഏതൊരു മതവിഭാഗത്തിലും ഏതൊരു മതത്തിലും വിശ്വസിക്കാൻ എല്ലാ പൗരനും അവകാശമുണ്ട്. എന്നാൽ ആ മതത്തിൻ്റെ പ്രചരണം നടത്താനും അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യാൻ പ്രലോഭനങ്ങളിലൂടെയും നിർബന്ധപൂർവവും മതപരിവർത്തനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ മതപരിവർത്തനം ചെയ്യാനുള്ള അവകാശം വേണം, അത് ഭരണഘടനാദത്തമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഇനി ഈ പട്ടികജാതി പ്രത്യേക വകുപ്പിൻ്റെ നിയമപരിരക്ഷ ഉണ്ടാവില്ല എന്നാണ് സുപ്രീം കോടതി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ക്രിസ്ത്യൻ മതത്തിലേക്കുൾപ്പെടെ മതപരിവർത്തനം ചെയ്തു പോയവർ അവരുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും ഹിന്ദു എന്ന പദവി നിലനിർത്തുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെ സംവരണങ്ങൾ കിട്ടാൻ വേണ്ടിയുമൊക്കെയാണ്. എന്നാൽ ആ ആനുകൂല്യവും സംവരണവും എല്ലാം യഥാർത്ഥത്തിൽ മതം മാറിയിട്ടുണ്ട് എങ്കിൽ അത് ആ ഘട്ടത്തിൽ തന്നെ, ആ നിമിഷം തന്നെ നഷ്ടപ്പെടേണ്ടതാണ്. പക്ഷേ ഒട്ടനവധി ആളുകൾ ഇപ്പോഴും ഹിന്ദു പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മതം മാറിയതിന് ശേഷം തട്ടിയെടുക്കുന്നുണ്ട്.
അതിനു പുറമെ അവർക്ക് നിയമപ്രകാരം നൽകി വന്നിരിക്കുന്ന ഈ പ്രത്യേക സംരക്ഷണം, ഇവരെയൊക്കെ മർദ്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ആ പ്രതിക്കെതിരെ പ്രത്യേക വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക. അതുകൂടി അല്ലെങ്കിൽ ആ സംരക്ഷണം കൂടി മതം മാറിയവർക്ക് ലഭ്യമാക്കണം എന്നാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. അതാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ക്ലോസ് 3-ൽ പറയുന്ന മതങ്ങളിലേക്ക് മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങളായിട്ടുള്ള സിഖ് മതം, അതുപോലെ തന്നെ ബുദ്ധമതം, ഇങ്ങനെയുള്ള ജൈനമതം, ഇങ്ങനെയൊക്കെയുള്ള മതങ്ങളിലേക്ക് മാറിയാൽ മാത്രമേ ഈ സംരക്ഷണം, പട്ടികജാതിക്കാരൻ്റെ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. ഇല്ലാതെ ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളിലൊക്കെ മതപരിവർത്തനം നടത്തിയാൽ ആ നിമിഷം പട്ടികജാതി പദവി നഷ്ടപ്പെടും എന്ന് ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.